അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകന്മാരായ അമ്പിയാക്കളുടെ ചരിത്ര കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനലിൽ കൂടെ നാം ഇപ്പോൾ ആരംഭിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മവും അവിടെ നിന്ന് അങ്ങോട്ട് വഫാത്ത് വരെയുള്ള ചില കഥകളുമാണ്. ബാബിലോൺ എന്ന് പറയുന്ന ദേശത്താണ്, ഊർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത്. ബാബിലോൺ എന്ന ദേശത്തെ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളുടെയൊക്കെയും ഭരണ നേതൃത്വം വഹിച്ചിരുന്നത് നമ്രൂദ് രാജാവായിരുന്നു. സൂര്യനെയും ചന്ദ്രനെയും ആരാധ്യ വസ്തുക്കളായി കാണുകയും പ്രൗഢി കൂടിയ ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയും അതിൽ ബിംബങ്ങൾ സ്ഥാപിക്കുകയും ആ ബിംബങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു രാജാവാണ് നമ്രൂദ്. കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന രൂപത്തിലുള്ള കൊട്ടാരങ്ങൾ നിർമ്മിക്കുകയും ആ നാട്ടിലുള്ള പൊതുജനങ്ങളോട് ഞാനാണ് സർവ ലോക രക്ഷിതാവെന്നും എനിക്ക് ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിവുണ്ടെന്നും അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കണമെന്നും ഞാൻ ഇവിടെ ഈ ആരാധനാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ബിംബങ്ങൾ ആരാധിക്കണമെന്നും ഈ നമ്രൂദ് രാജാവ് ആ നാട്ടിലെ ജനങ്ങളോട് നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ആ ജനങ്ങൾ ആ ബിംബങ്ങളെയും അവനെയും ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവൻ്റെ കൊട്ടാരത്തിൽ അവൻ്റെ അനുയായികളിൽപ്പെട്ട ജ്യോത്സ്യന്മാർക്ക് മുന്തിയ പരിഗണന അവൻ നൽകിയിരുന്നു. ആ ജ്യോത്സ്യന്മാരുടെ പ്രവചനം എന്താണോ അതൊക്കെയും വള്ളിപുള്ളി വിടാതെ വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളാണ് നമ്രൂദ് രാജാവ്. ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും തൻ്റെ അടിമകളാക്കി മാറ്റുകയും താൻ പറയുന്നതെന്തും അനുസരിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കുകയും ദുഃഖമെന്തെന്നോ പ്രയാസമെന്തെന്നോ അറിയാതെ അഹങ്കാരത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനിടക്കാണ് നമ്രൂദ് രാജാവിനെ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം അയാൾ കാണുന്നത്. ഈ സ്വപ്നം കണ്ട ഉടനെ ഞാൻ സർവ്വലോക രക്ഷിതാവാണെന്നും ഞാനാണ് ഈ നാട്ടിലെ ദൈവമെന്നുമൊക്കെ പ്രഖ്യാപിച്ച നമ്രൂദിന് ഭയം കൊണ്ട് നിൽക്കക്കളയില്ലാതായി. അവൻ്റെ കൊട്ടാരത്തിൽ അവൻ മുന്തിയ പരിഗണന നൽകിയിരുന്ന ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തി ഈ കണ്ട സ്വപ്നം വിശദീകരിച്ചു കൊടുക്കുകയാണ്. നമുക്കും താല്പര്യമുണ്ട് ആ സ്വപ്നം എന്താണെന്നറിയാൻ. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു നക്ഷത്രം ഉദിച്ചു വരികയും ആ നക്ഷത്രത്തിൻ്റെ പ്രകാശം കൂടിക്കൂടി വരികയും പ്രകാശം കൂടിക്കൂടി വന്ന് അവസാനം ചന്ദ്രൻ ആ പ്രകാശത്തിൽ മങ്ങിപ്പോവുകയും ചെയ്യുന്നതായിട്ടാണ് ഈ നമ്രൂദ് രാജാവ് സ്വപ്നം കാണുന്നത്. ഇവൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ചന്ദ്രന് മങ്ങലേൽപ്പിക്കുന്ന ഈ വസ്തു കണ്ടപ്പോൾ തന്നെ പേടി തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തിയത്. അതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് ജ്യോത്സ്യന്മാർ പറയുകയാണ്, അങ്ങ് കണ്ട ഉയർന്നു വരുന്ന നക്ഷത്രം ഒരു ചെറിയ കുഞ്ഞാണെന്നും ആ കുഞ്ഞ് കാരണം അങ്ങേക്ക് നാശനഷ്ടം സംഭവിക്കാൻ പോകുന്നെന്നും രാജഭരണവും ശക്തിയുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നും സൈനിക ശക്തി നശിച്ചു പോകുമെന്നുമൊക്കെ ജ്യോത്സ്യന്മാർ പ്രവചിച്ചപ്പോൾ നമ്രൂദ് രാജാവിന് ദേഷ്യം വിരട്ടിച്ചു. ഉടനെ തന്നെ അയാൾ പ്രഖ്യാപിച്ചു, ഇന്ന് മുതൽ ഈ നാട്ടിൽ ഒരൊറ്റ ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിക്കരുത്. ഇന്നു മുതൽ ഒരൊറ്റ വീട്ടിലും ഒരു കുഞ്ഞിന് പോലും ജന്മം നൽകാൻ പാടില്ല. അങ്ങനെ ജന്മം നൽകിയാൽ ആ കുഞ്ഞിനെ ജീവനോടെ ബാക്കി വെക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ഓരോ വീടുകളും നിരീക്ഷിക്കാൻ വേണ്ടി അവൻ്റെ അനുയായികളിൽപ്പെട്ട കിങ്കരന്മാരെ നിരീക്ഷകന്മാരായിക്കൊണ്ട് നിയമിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ നിരീക്ഷകന്മാരെ
നിയമിച്ചുകൊണ്ട് എല്ലാ നിരീക്ഷകന്മാരും പല ഭാഗത്തും പല വീടുകളിലും ആരെങ്കിലും ഗർഭിണിയായിട്ടുണ്ടോ, ആരെങ്കിലും പ്രസവിക്കാനായിട്ടുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവും മാതാവും ഒന്നിച്ച് ജീവിക്കുകയും അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ആദ്യം ആരും അറിഞ്ഞില്ല. പിന്നെ ചെറുങ്ങനെ കുടുംബക്കാർ അറിയാൻ തുടങ്ങി. എല്ലാവർക്കും ഭയം ഇരട്ടിച്ചു വന്നു. കാരണം രാജാവിൻ്റെ ചെവിയിലെത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നായിരിക്കും പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ആരും പുറത്തു പറയാതെ, ഈ ഗർഭിണിയായ പെണ്ണ് പുറത്തിറങ്ങാതെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിതം മുന്നോട്ട് നയിച്ചു. ചുരുക്കി പറഞ്ഞാൽ പ്രസവത്തിനോടടുത്ത സമയമായപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിനെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ആരാരും കാണാത്ത, ആരാരും അറിയാത്ത ഒരു സങ്കേതത്തിൽ പോയി പ്രസവം നടത്തി. അതൊരു ഗുഹയാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും ആ ഒരു സങ്കേതത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്ന് കുറച്ച് വലുതാകുന്നത് വരെ അവിടെ കഴിച്ചു കൂട്ടി. ആർക്കും പ്രസവിച്ചതോ ഇങ്ങനൊരു കുഞ്ഞ് വളർന്നതോ അറിഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് വഫാത്തായി എന്നാണ് ചരിത്രം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വളർത്തു പിതാവായ ആസറായിരുന്നു. ഈ ആസറാവട്ടെ നിത്യവും ബിംബങ്ങൾ ഉണ്ടാക്കുകയും ആ ബിംബങ്ങൾ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ കുട്ടി അസാധാരണമായ നിലയിൽ വളർന്ന് വലുതായി. അല്പം വലുതായി കഴിഞ്ഞപ്പോൾ ഈ പിതാവ് ആ കുട്ടിയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ ഈ ബിംബങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങാടിയിലേക്ക് അയക്കുകയാണ് വിൽക്കാൻ വേണ്ടി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ചുമന്നുകൊണ്ട് അങ്ങാടിയിലേക്ക് പോയിട്ട് അവിടെ ഒരു മൂലയിലിരുന്നു കൊണ്ട് ഉപദ്രവിക്കുന്ന, യാതൊരു ഉപകാരവും ചെയ്യാത്ത ഈ സാധനത്തെ ആരാണ് വാങ്ങുന്നത്, ഞാൻ എന്തിനാണ് ഇതിനെ പുറത്ത് വരുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുന്ന ജനങ്ങൾ അതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകുമെന്നല്ലാതെ ഒരൊറ്റ ആളും വിഗ്രഹം വാങ്ങുന്നില്ല. എല്ലാ ദിവസവും രാവിലെ കൊണ്ടുപോകും, വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരും. കച്ചവടമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ബിംബങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന വിഭാഗങ്ങളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏക റബ്ബായ അള്ളാഹുവിൽ മാത്രം വിശ്വാസം അർപ്പിച്ചു. ഇതൊന്നും റബ്ബായി കണക്കാക്കാൻ പറ്റിയതല്ല എന്ന് തൻ്റെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കുകയും ഈ പറയുന്ന ഒരു ബിംബങ്ങൾക്കും ആരാധിക്കാൻ നിൽക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും എല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചതാണെന്നും അതിനെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ലെന്നും അതൊന്നും ആരാധ്യ വസ്തുക്കളല്ലെന്നും അതൊക്കെയും റബ്ബ് സൃഷ്ടിച്ച സൃഷ്ടികൾ മാത്രമാണെന്നും ഈ ജനങ്ങളോട് ഉത്ബോധിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചു, എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക? അള്ളാഹുവാണ് യഥാർത്ഥ രക്ഷിതാവ്, മറ്റൊരു രക്ഷിതാവില്ല എന്ന് ഈ ജനങ്ങൾക്ക് ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി നക്ഷത്രം ഉദിച്ചു വരുന്നത് കണ്ടു. അപ്പോൾ നക്ഷത്രത്തെ ആരാധിക്കുന്ന കുറേ ആളുകൾ ആരാധിക്കാൻ തുടങ്ങി. ആരാധനകൾ അർപ്പിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എൻ്റെ റബ്ബ് ഇതാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കൊക്കെ സന്തോഷമായി. നക്ഷത്രം ആരാധിക്കുന്ന ആളുകൾ അവരൊക്കെ സന്തോഷിച്ചുകൊണ്ട് ഇബ്രാഹിമിന് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, നക്ഷത്രത്തെ റബ്ബായി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ നക്ഷത്രം മാഞ്ഞുപോയി. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഇതെൻ്റെ റബ്ബല്ല, എൻ്റെ റബ്ബ് മാഞ്ഞു പോകുന്ന റബ്ബല്ല, ഇത് മാഞ്ഞു പോകുന്ന വസ്തുവാണ്, അതുകൊണ്ട് ഒരിക്കലും റബ്ബാകാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ പൊന്തി വന്നു.
ചന്ദ്രനെ ആരാധിക്കുന്നവർ അതിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇതന്നെയാണ് എൻ്റെ റബ്ബ്. അവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ മാഞ്ഞു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോടും പറഞ്ഞു, ഈ ചന്ദ്രൻ റബ്ബാകാൻ പറ്റിയതല്ല, റബ്ബ് മാഞ്ഞു പോവുകയില്ല. ആ രണ്ട് കൂട്ടരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കിനെ ഒരു വില പോലും കൽപ്പിച്ചിട്ടില്ല. അവർ വീണ്ടും നക്ഷത്രത്തെയും ചന്ദ്രനെയും ആരാധിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന കണ്ട സമയത്ത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൗമിനോട് പറഞ്ഞു, സൂര്യനാണ് എൻ്റെ റബ്ബ്. അപ്പൊ സൂര്യൻ ആരാധിക്കുന്നവരൊക്കെ ഭയങ്കര ആവേശത്തോടുകൂടി ഇബ്രാഹിം നബിയെ സ്വീകരിക്കുകയും തുള്ളിച്ചാടുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു. അല്പം കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അങ്ങ് അസ്തമിച്ചു പോയപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട്, ഇത് റബ്ബായി കണക്കാക്കാൻ പറ്റിയ വസ്തുവല്ല, കാരണം അസ്തമിച്ചു പോകുന്നുണ്ട്. എൻ്റെ റബ്ബിന് അസ്തമയമില്ല, മാഞ്ഞു പോകുന്ന റബ്ബല്ല. എൻ്റെ റബ്ബ് എന്നെന്നും നിലനിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ഉത്ബോധനം നടത്തി. പക്ഷേ ഇതുകൊണ്ടൊന്നും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് വീണ്ടും പറഞ്ഞു, സൂര്യനും ചന്ദ്രനും നക്ഷത്രവും നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ഈ വസ്തുവിനെ നിങ്ങൾ ആരാധിക്കേണ്ടതല്ല എന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വിളിച്ചു പറയാൻ തുടങ്ങി, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളും ഏകനായ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക. നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്ക് മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നിങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ സംഭാഷണങ്ങളും അതിനിടക്ക് നമ്രൂദ് രാജാവുമായിട്ട് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറയുകയാണ്, ആ ഇടക്ക് ആ നാട്ടിൽ ഒരു ക്ഷാമമുണ്ടായി, കടുത്ത ക്ഷാമം. ഭക്ഷണത്തിന് പ്രയാസം നേരിടുന്നു, ഭക്ഷണസാധനങ്ങളൊന്നുമില്ല, വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയം, എല്ലാവരും പ്രയാസത്തിലാണ്. ആ പ്രയാസം മുതലെടുത്തുകൊണ്ട് നമ്രൂദ് രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണ സാധനം ഞാൻ തരാം, ഇഷ്ടം പോലെ എൻ്റെ കൊട്ടാരത്തിൽ സൂക്ഷിപ്പുണ്ട്, നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യണം, എനിക്ക് സുജൂദ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാണ്. അങ്ങനെ ഈ സമൂഹം ഈ രാജാവിന് സുജൂദ് ചെയ്യുകയും അവനോട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്തു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് നിന്നില്ല എന്ന് മാത്രമല്ല, നേരെ നമ്രൂദിന്റെ അടുക്കലേക്ക് പോയിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടി മുതിർന്നപ്പോൾ നമ്രൂദ് ചോദിച്ചു, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, നാട്ടിലുള്ള ക്ഷാമമൊന്നും അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഈ നാട്ടിൻ്റെ രാജാവല്ലേ? ഈ നാട്ടിലുള്ളവർ പ്രയാസപ്പെടുമ്പോൾ ക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഭക്ഷണ സാധനങ്ങൾ അവർക്ക് എത്തിക്കണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണ സാധനം തരണം, അത് വാങ്ങാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ അഹങ്കാരമൊന്നും ഇവിടെ നടക്കില്ലെന്നും നീ എനിക്ക് സുജൂദ് ചെയ്താൽ നിനക്ക് ഭക്ഷണ സാധനം തരുമെന്നും അല്ലെങ്കിൽ നിനക്ക് ഭക്ഷണ സാധനമില്ല എന്നും പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രാജാവിനോട് പറഞ്ഞത്, നിനക്ക് ആരാധിക്കാനോ നിനക്ക് സുജൂദ് ചെയ്യാനോ ഒരിക്കലും തന്നെ ഞാൻ മുതിരില്ല, അതിൻ്റെ ആവശ്യവും എനിക്കില്ല. നീ ഈ നാട്ടിൻ്റെ രാജാവായിരിക്കെ നീ ഭക്ഷണധാന്യങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കേണ്ടതാണ്. നിനക്ക് ആരാധിച്ചുകൊണ്ടല്ല ഭക്ഷണ സാധനങ്ങൾ നീ നൽകേണ്ടത് എന്ന രൂപത്തിൽ പറഞ്ഞു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, നീ റബ്ബാണെന്ന് നീ ധരിച്ചു വെക്കുന്നു, പക്ഷേ നിന്നെയും എന്നെയും ഈ കാണുന്ന മുഴുവൻ സമൂഹത്തെയും പടച്ചത് അല്ലാഹുവാണ്. അവൻ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എല്ലാം കഴിവുള്ളവനാണ്, നിനക്ക് അതിന് കഴിവില്ല എന്ന് പറയുമ്പോൾ നമ്രൂദ് രാജാവ് ആ സദസ്സിലേക്ക് രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കുകയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടുപേരായിരുന്നു. അതിൽ തെറ്റ് ചെയ്ത ആളെ ശിക്ഷിക്കാതെ നന്മ ചെയ്ത ആളെ അയാൾ കൊന്നുകളയുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞില്ല, കണ്ടില്ലേ എനിക്ക് മരിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മരിപ്പിച്ചതല്ല, നീ അക്രമം കാണിച്ചതാണ്, അതിനുള്ള ശിക്ഷ അല്ലാഹു തആല നിനക്ക് തരും. പക്ഷേ
എൻ്റെ റബ്ബ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ജീവിപ്പിക്കുന്നവരെ മരിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്രൂദ് രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിന്റെ റബ്ബ് മരിച്ചവരെ ജീവിപ്പിക്കുന്ന എനിക്ക് ഇവിടെ വെച്ച് നീ കാണിച്ചു തരണം. അങ്ങനെ കാണിച്ചു തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അത് കാണിച്ചു തരാം. അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഒരു 4 പക്ഷികളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി. ഏതാണ് ആ 4 പക്ഷികൾ? ഒന്ന് മയിലാണ്, ഒന്ന് കാക്കയാണ്, ഒന്ന് പ്രാവാണ്, ഒന്ന് കോഴിയാണ്. ഈ 4 പക്ഷികളെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ 4 പക്ഷികളെ ഒരുമിച്ച് കൂട്ടുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ അറുത്തുകൊണ്ട് ആ 4ന്റെയും മാംസങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കുഴക്കുകയും ചെയ്തു. കോഴി ഏതാണ്, മയിൽ ഏതാണ്, കാക്ക ഏതാണ്, പ്രാവ് ഏതാണ് എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ കൂട്ടിക്കുഴച്ചു. എല്ലാത്തിനെയും 4 സ്ഥലത്ത് കൊണ്ടുവെക്കുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുവിന് നിർദ്ദേശം ലഭിക്കുകയാണ്, വിളിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള നിർദ്ദേശം വന്ന ഉടനെ ആ കോഴിയെയും കാക്കയെയും നെയും ഒക്കെ വിളിച്ചപ്പോൾ ഓരോന്നോരോന്നായി ജീവൻ വെച്ചുകൊണ്ട് വരികയാണ്. അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കാണിച്ചു കൊടുത്ത ഈ കാഴ്ച കണ്ടപ്പോൾ നമ്രൂദ് അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ അപാരമായ ശക്തി നമ്രൂദിന് പരിപൂർണമായി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പോലും നമ്രൂദ് വിശ്വസിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനെയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇൻഷാ അള്ളാഹ് അതിൻ്റെ ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വീണ്ടും നോക്കാമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.